അതിന് നേരമില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇത്രയും തോന പറഞ്ഞതിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധാരണ രൂപത്തിൽ പറയുന്ന ഒരു വാക്കുന്നേ ഉള്ളൂ. ഇത്രത്തോളം എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞതിനെ പറ്റി അല്ലാഹു പറഞ്ഞു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊക്കെ സാധാരണ പറയുന്ന ഒരു വാക്കുന്നേ ഉള്ളൂ, അതിലപ്പുറമൊന്നും പരിഗണിക്കാനില്ല. മൗത്തിന്റെ നേരത്ത് അല്ലാഹു സലാമത്ത് നൽകട്ടെ. അതിന്റെ മുമ്പ് സമ്പാദ്യങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, സമ്പാദ്യങ്ങൾ അമലുകളായിട്ട് വേണം. ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായ അമലുകൾ ഫർളും സുന്നത്തും മടിച്ചു നിൽക്കണ്ട, മുന്നോട്ട് വരണം, ജീവിതത്തിൽ പതിവാക്കണം. അറിയുന്ന സുന്നത്തുകൾ പലതും ഇപ്പോഴും പ്രാക്ടിക്കലായി വന്നിട്ടില്ല. അതിന് നമ്മുടെ ജീവിതത്തെ അതിനു വേണ്ടി നമ്മൾ തപസ്സിരുത്തണം. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തെ പരിശീലിപ്പിക്കണം. ചിലതിനോടൊക്കെ പലപ്പോഴും പുച്ഛ മനോഭാവം തോന്നും, ചിലതിനോട് നേരമായിട്ടില്ല എന്ന തോന്നൽ വരും, ചിലത് മറപ്പിക്കാൻ വേണ്ടി ബോധപൂർവമോ മറ്റോ ശ്രമങ്ങൾ വരും. അവിടെ ജയിക്കലാണ് യഥാർത്ഥ വിജയം. മറക്കാതെ, മടുപ്പില്ലാതെ, വേണ്ടെന്ന് വെക്കാതെ പരിശ്രമവുമായി മുന്നോട്ട് പോകുന്ന രംഗമില്ലേ, അതാണ് ഏറ്റവും വിജയത്തിന്റെ രംഗം. മഹാന്മാരുടെ അമലുകൾ പറയുമ്പോ എത്രമാത്രം വലിയ സന്തോഷമാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ 24 മണിക്കൂർ പറയുമ്പോ, അവരെ മുമ്പ് ജീവിച്ച മഹാന്മാരുടെ 24 മണിക്കൂർ പറയുമ്പോ, ഷാഫി ഇമാം തങ്ങളെ 24 മണിക്കൂർ പറയുമ്പോ ഒരു സെക്കൻഡും വെറുതെ എന്ന് പറയാനില്ല. ഒരു സെക്കൻഡും അനുകൂലമല്ലാത്ത രൂപത്തിലില്ല. കഴിവിന്റെ പരമാവധി അനുകൂലമാക്കിയെടുക്കണം. കുടുംബത്തിന് വേണ്ടി ഒരാൾ 5 മണിക്കൂർ അധ്വാനിക്കുന്നു എന്ന് കൂട്ടിക്കോളൂ, ആ സമയം അനുകൂലമാണ്.